ഈ ഒരു വീഡിയോയിൽ കാണുന്ന പെൺകുട്ടിയുടെ മുഖത്ത് തേച്ചതിന് ശേഷം തുടയ്ക്കുമ്പോൾ ചർമ്മത്തിൻ്റെ തിളക്കം കണ്ടോ? നിങ്ങൾക്കും അതേപോലെ തന്നെ തുടച്ചു മാറ്റുമ്പോൾ ചർമ്മത്തിന് തിളക്കം നൽകാൻ സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടു നോക്കൂ. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കിട്ടുന്നതുമാണ്. തിളക്കത്തിന് വേണ്ടി പലതരം ബ്ലീച്ചുകൾ നമ്മൾ ഓരോ ദിവസവും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എന്നാൽ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ബ്ലീച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ പുറത്തു നിന്ന് മേടിക്കുന്ന ബ്ലീച്ചിനെ കാട്ടിലും ഇരട്ടി റിസൾട്ട് നിങ്ങളുടെ ചർമ്മത്തിന് കിട്ടുന്നതാണ്. ചർമ്മത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനും കൂടാതെ തന്നെ ചർമ്മത്തിന് ഒരു ഗ്ലോ നൽകാനുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്ലീച്ചിൽ നിന്ന് സാധിക്കും. പലതരം ബ്ലീച്ചുകളും നമ്മൾ സ്കിന്നിൽ ഉപയോഗിക്കുന്നത് കൊണ്ട്, അതായത് കെമിക്കൽ പരമായിട്ടുള്ള ബ്ലീച്ചുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചർമ്മം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നാച്ചുറൽ ബ്ലീച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് ചർമ്മത്തിന് പ്രശ്നങ്ങളൊന്നും വരാതെ ചർമ്മകാന്തി വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ആ ഒരു ബ്ലീച്ച് തയ്യാറാക്കുന്നതും അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളത് പറയാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. അതായത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരുന്നതാണ്. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഷെയർ ചെയ്യുന്ന ഈ ഒരു കാര്യം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ചർമ്മത്തിനൊന്ന് ചെയ്ത് നോക്ക്. ഇപ്പം നിങ്ങൾ 300-400 രൂപ വില കൊടുത്ത് മേടിക്കുന്ന ബ്ലീച്ചിനെ കാട്ടിലും ഇരട്ടി റിസൾട്ടാണ് ഈ ഒരു ബ്ലീച്ചിൽ നിന്ന് കിട്ടുന്നത്. ഗോൾഡൻ ബ്ലീച്ച്, ഡയമണ്ട് ബ്ലീച്ച്, അങ്ങനെ പലതരം ബ്ലീച്ചുകളും ഇന്ന് നിലവിലുണ്ട്. അതിൻ്റെ ഒന്നും പുറകിന് പോകാതെ തന്നെ നിങ്ങളുടെ ചർമ്മത്തിന് തിളക്കം വെക്കാൻ ഈ ഒരു ബ്ലീച്ചിൽ നിന്ന് സാധിക്കും. എങ്ങനെയാണ് ആ ഒരു ബ്ലീച്ച് തയ്യാറാക്കുന്നതും അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെയുള്ളത് കണ്ടു നോക്കാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് നമുക്ക് പോകാം. വൈറലായിട്ടുള്ള നാച്ചുറൽ ഒരു ബ്ലീച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത്. അതിന് വേണ്ട കാര്യങ്ങൾ ഓരോന്നായിട്ട് ഞാൻ പറയാം. ഞാനൊരു ബൗള് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ 1.5 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അലോവേറ ജെല്ല് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് ചേർത്ത് കൊടുക്കാം. അലോവേറ ജെല്ല് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ മിക്സ് ആക്കുക. നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാം ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് പീൽ പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് പീൽ പൗഡർ 1 ടേബിൾ സ്പൂൺ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ചത് മതിയാകും. 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ പീൽ പൗഡർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നത് ലെമൺ പീൽ പൗഡറാണ്. അതിൻ്റെയൊക്കെ ഞാൻ കൊടുക്കാം. ഇവിടെ ഞാൻ പല കമ്പനിയുടെ ആണ് മേടിച്ചേക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ, കാരണം ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് നാട്ടിൽ കിട്ടണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. 1 ടേബിൾ സ്പൂൺ ലെമൺ പീൽ പൗഡർ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ലെമൺ പീൽ പൗഡർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. അങ്ങനെ മിക്സ് ആക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ മിക്സ് ആക്കുക. ഓക്കെ, നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. കണ്ടോ? ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. അരമുറി നാരങ്ങയുടെ നീരും കൂടി ചേർക്കുകയാണ്. ഓക്കെ, നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. ആ കുരു അങ്ങ് എടുത്ത് കളയട്ടെ ഞാൻ. ഓക്കെ, നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ മിക്സ് ആക്കുക. ഇതുണ്ടോ, ഒരു ക്രീം പരുവത്തിലായി മാറിയത് കണ്ടോ? ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കിൻ ടോൺ വളരെ ഫാസ്റ്റായിട്ട് കൂട്ടാൻ സഹായിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ ആയിരിക്കും നമ്മുടെ ചർമ്മത്തിന് നിറം നൽകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ബ്ലീച്ച് അങ്ങനെ തയ്യാറായിട്ടുണ്ട്. ഇട്ടിട്ടുള്ള ചേഞ്ചസും ഒക്കെ ഞാൻ കാണിക്കാം നിങ്ങളെ. ഇട്ടെടുക്കുകയാണ്. കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഉണങ്ങുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഉണങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് മുകളിലൂടെ ഒന്ന് വെള്ളം വെച്ചിട്ട് ഞാൻ ആക്കി കൊടുക്കുക.
ഇനി തുടയ്ക്കാം, നമുക്ക് തുടയ്ക്കുകയാണ്. അടിപൊളി സംഭവം, കിടിലനാണ്. ഒരു ടർക്കിക്ക് ഇവിടെ തുടച്ച് കാണിക്കാം. സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിൻ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. സംഭവം കിടിലനാണ്. എന്തായാലും ട്രൈ ചെയ്യണേ. ചേഞ്ചസ് ഒക്കെ കണ്ടല്ലോ. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ബ്ലീച്ച് തയ്യാറാക്കി ഉപയോഗിക്കാനായിട്ട് നോക്കണേ. മറക്കാതെ തന്നെ നല്ല ചേഞ്ച് നിങ്ങളുടെ ചർമ്മത്തിന് കിട്ടുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. Bye.